ദൈവം അയച്ചിട്ടാണ് ഞങ്ങളെ ദേശത്ത് വന്നത്. ദൈവം ഞങ്ങളോട് കൽപ്പിച്ച് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. അപ്പൊ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകാൻ പറഞ്ഞ ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ഈ നാലാഞ്ചിറ പാണവിള ദേശത്ത് വന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന്. ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. നോക്ക്, അവൾ ഒരു മകനെ പ്രസവിക്കും. കന്യകയായ മറിയ, യോസഫിനെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയ, പുരുഷൻ തൊടാത്ത സ്ത്രീ, ആ കന്യകയായ സ്ത്രീ ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു, അവൻ നിങ്ങളുടെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തുന്നത് കൊണ്ട് യേശു എന്ന് പേരിടണം. ഓക്കെ, യേശു ക്രിസ്തു മഹാദൈവമായിരുന്നു. സ്വർഗത്തിലെ മഹാദൈവമായി സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ ആദ്യ മനുഷ്യനായ ആദവും ഹവ്വായും ചെയ്ത പാപത്തിന്റെ പരിഹാരകനായി സ്വർഗത്തിലെ മഹാദേവ് ഒരു കന്യകയായ മറിയത്തിൽ കൂടി ഈ ഭൂമിയിൽ ജനിച്ചു. ബത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ യേശുവിനെ കിടത്തി സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരകനായി തീർന്നു. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒക്കെ മഹാരാജാവായിരുന്ന രാജാതിരാജാവായ ദൈവം, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ദൈവം, എല്ലാ നാമത്തിനും മേലായ നാമം ലഭിച്ച യേശു സ്വർഗ്ഗത്തിലെയും ഭൂലോകത്തെയും അധോലോകത്തെയും മുഴങ്കാലുകൾ മറക്കപ്പെടുന്ന ഏകനാമ യേശുവിന്റെ നാമം. ആ മഹാദൈവം ഒരു കന്യകയിൽ കൂടി ഒരു തച്ചന്റെ ഒരു കാർപ്പന്ററിന്റെ കുടുംബത്തിൽ ജനിക്കുകയാണ്. ഓക്കെ, സ്വർഗത്തിൽ സകലത്തിന്റെ അധികാരിയായ ദൈവം, സകലത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിലോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആദ്യ മനുഷ്യനായ ആദാവുമായും ചെയ്ത പാപത്തിന്റെ പരിഹാരകനായി പാപത്തിന് മോചനം കൊടുക്കുവാൻ വേണ്ടി സ്വർഗീയ മഹിമകുടങ്ങൾ വരിച്ച് ഈ താരലോകത്തിലൊക്കെ ഇറങ്ങി വന്നിരിക്കുകയായിരുന്നു. നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാണികളാൽ ക്രൂശിത്തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവമാണ്. ആ യേശു ക്രിസ്തു വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. ഒരിക്കൽ ഭാവിയായ മനുഷ്യനെ രക്ഷിപ്പാൻ ആ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ ഇനി വരുന്നത് ഭാവിയെ രക്ഷിപ്പാനല്ല, പാപത്തിന് മോചനം ലഭിച്ച, പാപത്തിന് പരിഹാരം ലഭിച്ച ആ യേശു ക്രിസ്തുവിന്, ആ യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരകൻ, ആ യേശു ക്രിസ്തു ഇനി വരുന്നത് പാപപരിഹാരനായിട്ടല്ല, പാപത്തിന് മോചനം ലഭിച്ച ഒരാള് താൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോവാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ആ യേശു ക്രിസ്തു വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. പ്രിയ സഹോദര, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം മൊത്തം രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ വലിയ യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ രക്ഷേതാവായി സ്വീകരിക്കണം. സ്വീകരിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓക്കെ, ആദാവായി ചെയ്ത പാപത്തിന് പരിഹാരകനായി തീർന്ന ദൈവം, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഭാവിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ എന്റെ പാപവും എന്റെ ശാപവും എന്റെ രോഗവും ഇതെല്ലാം നീങ്ങിപ്പോകുമെന്ന് ആരാണോ ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവാണ് കർത്താവെന്നും പാകൊണ്ട് ഏറ്റു പറയുന്നു, അവന്റെ പാപത്തിന് മോചനം ലഭിക്കും, അവന്റെ പാപം ക്ഷമിക്കപ്പെടും, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിത്യ നരകമാണ്. അവിടെ
ഇവിടെ കെടാത്ത തീയാണ്, ചാകാത്ത പുഴുവാണ്, ഗന്ധകം കത്തുന്ന തീപ്പകയാണ്. ഈ ഗന്ധകം കത്തുന്ന തീപ്പകയിൽ വീഴാതിരിപ്പാൻ ഈ പാണവിള ദേശവാസികളെ ദൈവം വിളിക്കുകയാണ്. ഈ പാണവിള ദേശവാസികളെ യേശു വിളിക്കുകയാണ്. എന്റെ മകനെ, എന്നെ സ്വീകരിക്ക്. ഞാൻ ദൈവമാണ്, ഞാൻ ദൈവപുത്രനാണ്. എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവനുണ്ട്. ഏക സത്യതയുമായ പിതാവിനെയും പിതാവയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഏക സത്യതയുമായ പിതാവ്, ഓ പിതാവാണ്, ഏക സത്യദൈവമാണ്. അത് പിതാവാം ദൈവമാണ്, സൃഷ്ടികർത്താവെന്നും സകലത്തിന്റെ അധികാരിയാണെന്നും പിതാവ് അയച്ചിട്ടാണ് യേശു ക്രിസ്തു വന്നതെന്നും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശുവാണ് ലോകരക്ഷകനെന്ന് വിശ്വസിക്കണം. യേശുവാണ് പാപത്തിന്റെ പരിഹാരം എന്ന് വിശ്വസിക്കണം. യേശുവാണ് അവസാന ന്യായം വിധിക്കുന്നെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ച് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപത്തിന് മോചനം ലഭിക്കും, നിങ്ങളുടെ ശാപത്തിന് മുക്തി ലഭിക്കും, നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിക്കും. കർത്താവ് പറയാണ്, മറ്റൊരുത്തെല്ലാം രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. മറ്റൊരുത്തല്ലും രക്ഷയില്ലെന്നാണ്. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരിലും രക്ഷയില്ല, ഒരു പ്രമുഖന്മാരിലും രക്ഷയില്ല, ഒരു ഗുരുക്കന്മാരിലും രക്ഷയില്ല, ഒരു മനുഷ്യരിലും രക്ഷയില്ല, ഒരു പള്ളിയിലും രക്ഷയില്ല. രക്ഷ യേശുവിലുണ്ട്. യേശുവാണ് ലോകരക്ഷയിതാവ്, യേശുവാണ് പാപപരിഹാരകൻ. പാപത്തിന് വേണ്ടി മരിച്ച യേശുവാണ്, നമ്മുടെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്ന യേശുവാണ്. ആ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും. ആ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് സമാധാനം ലഭിക്കും. യേശു പറയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ലോകത്തിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ മുഖാന്തരം മാതാപിതാക്കളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാര്യ മുഖാന്തരം ഭർത്താവിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ഒരു ഭർത്താവ് മുഖാന്തരം ഭാര്യയുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിനക്ക് സമാധാനം ലഭിക്കും. യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിനക്ക് സന്തോഷം ലഭിക്കും. യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിനക്ക് മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കുവാൻ സാധിക്കും. സമാധാനം യേശുവിലേ ഉള്ളൂ. യേശുവാണ് സമാധാന പ്രഭു, യേശുവാണ് ലോകരക്ഷേതാവ്, യേശുവാണ് വീണ്ടെടുപ്പുകാരൻ, യേശുവാണ് പാപപരിഹാരകൻ. ആ യേശു നിങ്ങളെ വിളിക്കുകയാണ്. ആ യേശു നിങ്ങൾ ആഹ്വാനം ചെയ്യാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസം തരുവാൻ, സമാധാനം തരുവാൻ, നിത്യജീവൻ തരുവാൻ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. യേശു നിങ്ങളെ ആഹ്വാനം ചെയ്യാണ്. ഈ സന്ധ്യാസമയത്ത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. എന്റെ മകളെ, മകനെ, നീ എന്നിൽ വിശ്വസിക്ക്. യേശുവിൽ വിശ്വസിച്ച നിന്റെ പാപത്തിന് മോചനം ലഭിക്കും, നിനക്ക് സമാധാനം ലഭിക്കും, നിനക്ക് നിത്യജീവൻ ലഭിക്കും, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരും. ആദാവും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, തിന്നരുത്, തിന്നാൽ നീ മരിക്കും, തിന്നാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ആ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. അവര് തിന്നു. അവര് മാത്രമല്ല മരിച്ചത്, സകല മനുഷ്യരും പാപികളായി തീർന്നു. സകല മനുഷ്യരും ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെട്ടു പോയി, ദൈവം കൊടുത്ത സൗന്ദര്യം നഷ്ടപ്പെട്ടു, ദൈവിക തേജസ് നഷ്ടപ്പെട്ടു, ഏതെന്ന് പുറത്താക്കപ്പെട്ടു, മരണം വരുവാനിട വന്നു. പ്രിയ സഹോദര സഹോദരി, എന്നേക്കും ജീവിച്ചിരിപ്പാൻ, മരണമില്ലാത്തൊരു നാട്ടിൽ യേശുവിനോടൊത്ത് വാസം ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്.
വാസം ചെയ്യുവാൻ, ആ സ്വർഗത്തിൽ യേശു ഇരിക്കുന്നതിന്റെ അടുത്ത് നിനക്കിരിപ്പാൻ യേശു നിന്നെ വിളിക്കുകയാണ്. യേശു നിങ്ങളെ വിളിക്കുകയാണ്. ആ യേശുവിന്റെ വിളി കേട്ട് യേശുവിനെ അനുസരിച്ചാൽ, യേശുവിനെ കീഴ്പ്പെട്ടാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയ സഹോദര, നീ തീപ്പൊയ്കയിൽ വീഴാതിരിപ്പാൻ, ആ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ വീഴാതിരിപ്പാൻ യേശു നിന്നെ ക്ഷണിക്കുകയാണ്. യേശു നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. യേശു നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വൈകുന്നേര സമയത്ത് യേശു നിന്നെ വിളിക്കുകയാണ്. ലോകത്തിന്റെ സംഭവങ്ങളൊക്കെ ഇത് ലോകത്തിന്റെ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. ഒരു 3-4 മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ സമയമായിരിക്കുകയാണ്. അതിനു മുമ്പേ യേശു ക്രിസ്തു വരും. യേശു ക്രിസ്തു വന്നാൽ നീ യേശുവിനോടുകൂടി പോകണം. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന യേശുവിനെ എതിരേൽപ്പാൻ ആകാശങ്ങളിൽ എടുക്കപ്പെടും. ഓ, നീ ആകാശങ്ങളിൽ എടുക്കപ്പെടും. 1000 ആണ്ട് നീ യേശുവിനോടൊത്ത് ഭൂമിയിൽ വാസം ചെയ്യും. നീ എടുക്കപ്പെട്ടാൽ, കാഹളധ്വനി കേട്ടാൽ നീ ഉയർത്തെഴുന്നേൽക്കണം. നീ യേശുവിനോടുകൂടി 1000 ആണ്ട് ഭൂമിയിൽ വാഴും. 7 വർഷക്കാലം മണിയറവാസമായിരിക്കും. അത് കഴിഞ്ഞ് 1000 ആണ്ട് യേശു രാജാതി രാജാവായി ഒലിവലറ ഇറങ്ങുമ്പോൾ നീ യേശുവിനോടുകൂടി വാഴുവാനിട വരും. പ്രിയ സഹോദര, ഈ വലിയ രക്ഷ നഷ്ടമാക്കി കളഞ്ഞാൽ നിനക്ക് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. നീ 2ാം മരണത്തിൽ അകപ്പെട്ടു പോകേണ്ടി വരും. എന്റെ പ്രിയ സഹോദരൻ 1ാം മരണവും 2ാം മരണത്തെ കുറിച്ച് പറഞ്ഞു. 1ാം മരണത്തിൽ മരണമുള്ളവൻ ഭാഗ്യവാനാണ്. 2ാം മരണമുള്ളവൻ എന്താണ്? നിത്യനരകമാണ്. അവന് 1ാം മരണം, ഒരു മരണം മാത്രമേ ഉള്ളവൻ. അവനെന്താണ്? ജഡത്തിൽ മാത്രമേ മരിക്കുന്നുള്ളൂ. മറ്റത് 2ാം മരണം എന്ന് വെച്ചാൽ ജഡത്തിലെ ആത്മാവിനെ അവൻ മരിക്കുകയാണ്. അവന് പിന്നെ രക്ഷയില്ല. അവന് രക്ഷയില്ല. അവന് കോടാനുകോടി വർഷം ദണ്ഡനമാണ്. ഗന്ധം കത്തുന്ന തീപ്പൊയ്കയാണ്. എന്നാൽ 1ാം മരണം ഭാഗ്യമുള്ളതാണ്. നീ 1ാം മരണത്തിന്റെ ഓഹരിക്കാരായി തീരണം. എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം ഉണ്ടാകും. നിനക്ക് നിത്യജീവൻ ലഭിക്കും. നീ യേശുവിനോടുകൂടി ആയിരിക്കാൻ സഹായിക്കും. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വർഗത്തിൽ അധിവസിക്കുന്ന പിതാവാം ദൈവമേ, ഞങ്ങളെ രക്ഷയിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവേ, അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ ദേശവാസികളെ അനുഗ്രഹിക്കണമേ. ഇവിടുത്തെ എല്ലാ ഷോപ്പുകളെ അനുഗ്രഹിക്കണമേ. അവിടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ. ഇവിടെ തോട്ടത്തൊഴിലാളികളെ അനുഗ്രഹിക്കണമേ. ഇവിടുത്തെ ജോലിക്കാരെ അനുഗ്രഹിക്കണമേ. ഇവിടുത്തെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവർക്ക് യേശപ്പൻ ജോലി കൊടുക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് ദൈവം സമാധാനം കൊടുക്കണമേ കർത്താവേ. എല്ലാവരെയും വലിയ രക്ഷ കരസ്ഥമാക്കുവാൻ സ്വർഗത്തിലെ പിതാവ് സഹായിക്കണമേ. എന്റെ കൂടെ വന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ കാണപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. മാനവും മഹത്വവും യേശു കർത്താവിന് ഞങ്ങൾക്ക് വേണ്ടി ജീവനം തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ.